ഫ്രണ്ട്സ്, ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക് തന്നെ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. കുട്ടികളും വലിയവരും ഒരുപാട് പേരുണ്ടാവും ചോക്ലേറ്റ്സിന് അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കമൻസ് കേട്ടിട്ടുണ്ടാവും. ഈ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്, അതിൽ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ അമ്മമാരായി നമുക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടാവും. ഈ റെഗുലറായിട്ട് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ നെഗറ്റീവ്സ് ഉണ്ടോ എന്നുള്ള ഓരോരോ ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു സ്റ്റഡി നടത്തിയപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സോ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കുട്ടികളൊക്കെ ഭയങ്കര ചോക്ലേറ്റ്സിന് അഡിക്റ്റ് ആയിരിക്കും അല്ലേ? പൊതുവേ നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയാലും അവർ അട്രാക്ട് ചെയ്യുന്നതും ഒക്കെ ചോക്ലേറ്റ്സ് ആയിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ വെരി ഗുഡ് നൈസ് എന്ന് പറഞ്ഞിട്ട് ഓഫർ ചെയ്യുന്ന ഒരു സംഭവം ചോക്ലേറ്റ് ആയിരിക്കും. ഈവൻ വലിയവരും ചോക്ലേറ്റ്സിന് അഡിക്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഡയറി മിൽക്കും സിൽക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ട് കാര്യങ്ങളുണ്ട്. നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റ്സിനനുസരിച്ച് ഉണ്ടാവും പോസിറ്റീവ്സും നെഗറ്റീവ്സും. കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ കൺഫ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, കഫെയിൻ കുറവുള്ള ചോക്ലേറ്റ്സ് തിരഞ്ഞെടുക്കാൻ നോക്കുക. കുട്ടികളിൽ കഫെയിൻ കൂടുതലുള്ള ചോക്ലേറ്റ്സ് ആണ് കുട്ടികൾക്ക് ഒരുപാട് അഡിക്ഷനും പല്ല് കേടുവരുത്തുക അങ്ങനത്തെയൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നതിന് മുമ്പ് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ ഒരുപാട് ഇതിൽ കേട്ടിട്ടുണ്ടാവും, ഡാർക്ക് ചോക്ലേറ്റ്സ് ഒരുപാട് നല്ലതാണ് എന്നുള്ളത് സത്യമാണ്. ഡാർക്ക് ചോക്ലേറ്റ്സ് ഒരുപാട് നല്ലതാണ്, അതിൽ കൊക്കോ കണ്ടന്റ് കൂടുതലാണ്. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് ഫ്രാങ്കായി പറയുകയാണ്, കുട്ടികൾ കഴിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതിലുള്ള ഇവിടെ ഡയറി മിൽക്കിലെ കിറ്റ്കാറ്റിൽ ജംസിലൊക്കെ ഉള്ള ആ ഒരു ടേസ്റ്റ് അവർക്ക് ഡാർക്ക് ചോക്ലേറ്റിന് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ബാക്കിയുള്ള ചോക്ലേറ്റ്സിലൊക്കെ കൊക്കോയുടെ കണ്ടന്റ് കുറവും ഷുഗറും പിന്നെ അതേമാതിരി മിൽക്ക് കണ്ടന്റും ഒക്കെ കൂടുതലാണ്. ഈ ഷുഗർ കണ്ടന്റും മിൽക്ക് കണ്ടന്റും കൂടുതലുള്ള ചോക്ലേറ്റ്സിൽ വന്നിട്ട് കുട്ടികൾക്ക് അഡിക്ഷൻ ആവാനും പിന്നെ അതേപോലെ എന്താ പറയുക അവർക്കൊരു അഗ്രസീവ്നെസ് കൂടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. കണ്ടിട്ടുണ്ടോ? ഹൈപ്പർ ആക്റ്റീവ് ചോക്ലേറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് അഡിക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കും. ചോക്ലേറ്റ് ഒരുപാട് കഴിക്കുന്ന കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവരൊരു സ്ഥലത്തിരിക്കില്ല. എൻ്റെ മോനും അങ്ങനെ തന്നെ ഉണ്ടാവുന്നത്. ചോക്ലേറ്റ് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുന്ന ദിവസങ്ങളിൽ അവൻ നല്ല ആക്റ്റീവായിരിക്കും, എനർജി കൂടുതലായിരിക്കും, അവന് ഒരു സ്ഥലത്ത് ഇരിക്കില്ല. ഇപ്പോൾ അത് എനർജി ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനർജി ബൂസ്റ്റ് ചെയ്യാൻ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഡള്ളായിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ എനർജി ബൂസ്റ്റ് ചെയ്യാൻ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല ചോക്ലേറ്റ് തിരഞ്ഞെടുക്കണം. കൊക്കോ കണ്ടന്റ് ഉള്ള ചോക്ലേറ്റ് തിരഞ്ഞെടുക്കുക. കഫീൻ കുറവുള്ള ചോക്ലേറ്റ് തിരഞ്ഞെടുക്കുക. ഇപ്പം ഞാനിതിലൊരു ഇത് നോക്കിയപ്പോൾ ഡയറി മിൽക്കിലും കിറ്റ്കാറ്റിലും ജംസിലും ഒക്കെ ഇപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മൾ കടയിൽ അവൈലബിൾ ഏറ്റവും കൂടുതൽ അവർക്ക് കണ്ടുപോകുക ഇങ്ങനത്തെ തരം ചോക്ലേറ്റ്സിലായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ചോക്ലേറ്റ്സ് ഒന്നും അവർ കഴിക്കാൻ ചാൻസ് ഇല്ല. എന്തിന് വലിയവർ പോലും ചിലപ്പോൾ കഴിക്കാൻ കുറവായിരിക്കും. കാരണം അതിനകത്ത് ടേസ്റ്റ് കുറവാണ്. പക്ഷേ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കുട്ടികൾ ഡാർക്ക് ചോക്ലേറ്റ്സിന് യൂസ്ഡ് ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സപ്പോസ് ഇഫ് കുട്ടികൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിലും ഇതിൽ ഷുഗർ കണ്ടന്റും മിൽക്ക് കണ്ടന്റും ആണ് കൂടുതൽ. ഒരുപാട് കൊക്കോ കുറവാണ്. കൊക്കോ ആവശ്യത്തിൽ മാത്രം 60%, 14% ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് കുട്ടികൾ അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരുപാട് നെഗറ്റീവ്സ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയില്ല. പിന്നെയുള്ള ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ ഈ ചോക്ലേറ്റിന് സാധിക്കും. മൂഡ് റെഗുലേറ്റ് ചെയ്യാവുന്ന സെറോട്ടിൻ എന്നുള്ളൊരു കണ്ടന്റ്, ചോക്ലേറ്റിലുള്ള സെറോട്ടിൻ കണ്ടന്റ് വന്നിട്ട് നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ചോക്ലേറ്റ് കിട്ടുമ്പോൾ ഗ്ലൂമി ആയിരിക്കുന്ന സമയത്തൊക്കെ ചോക്ലേറ്റ് കഴിച്ചാൽ നല്ല എനർജി കിട്ടുന്നതൊക്കെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു. എനർജി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്, അതുപോലെ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഈ ഹാർട്ട് സംബന്ധമായ സെറോട്ടിൻ എന്ന് പറയുന്ന സംഭവം വന്നിട്ട് ഹാർട്ട് സംബന്ധമായപ്പോൾ എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പിന്നെ അതേപോലെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഇതിനുമൊക്കെ ഹെൽപ്ഫുള്ളാണ്.
കൊക്കോ പൗഡർ ഏറ്റവും കൂടുതൽ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് കൊക്കോ പൗഡറും നെഗറ്റീവ് എന്ന് പറയുന്നത് ഷുഗർ കണ്ടന്റ് കൂടുതലാവുമ്പോഴും മിൽക്ക് കണ്ടന്റ് കൂടുതലാവുമ്പോഴുമാണ് ഇത് പറയും. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടു, കുട്ടികൾ ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കരുത്, അവർക്ക് എന്താ പറയുക കോൾഡ് വരും, കഫ് വരും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ അത് സത്യം പറഞ്ഞാൽ സത്യമല്ല. കോൾഡ് റിലീഫ് ആവാൻ നല്ലതാണ്. ചോക്ലേറ്റ് കഴിക്കുന്ന മൂലം ഒന്നും കോൾഡ് വരില്ല, കോൾഡ് കൂടാനൊന്നും ചാൻസസ് ഇല്ല എന്നുള്ളതാണ് സത്യം. അതൊരു മിഥ്യ മാത്രം. അതേപോലെ പാല് കുടിക്കുമ്പോഴും പറയും കഫക്കെട്ട് നിറയും എന്നൊക്കെയുള്ള രീതിയിൽ അതൊരു മിത്ത് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലൂടെ കൊക്കോ കണ്ടന്റ് കൂടുതലുകൊണ്ട് ചുമയൊക്കെ കുറയ്ക്കാനാണ് ചാൻസ്. അത് പറഞ്ഞിട്ട് ഒരുപാട് കൊടുക്കരുത് കേട്ടോ, കാരണം അഡിക്ഷൻ ആണല്ലോ ഇതിൽ. കഫൈൻ കൂടുതലുകൊണ്ടാണ് നമുക്ക് പല്ല് കേടുവരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലുള്ളത്. ഇങ്ങനത്തെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. പിന്നെ ഈ ചോക്ലേറ്റ് കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മെമ്മറി പവറും കോൺസെൻട്രേഷനും കൂടാനുള്ള ചാൻസസ് അധികമാണ്. കൊക്കോ കണ്ടന്റ് ഉള്ള ചോക്ലേറ്റ് ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിൽ നോക്കുകയും വേണം കേട്ടോ. സെലേനിയം, സിങ്ക്, അയൺ, കാൽസ്യം തുടങ്ങിയതെല്ലാം നമ്മുടെ ഈ ചോക്ലേറ്റ്സിൽ അടങ്ങിയിട്ടുണ്ടാവും. ഒരുപാട് വലിയ ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കാതെ കുറച്ച് ഇതാക്കുക. പക്ഷെ ഇതിപ്പോ ചോക്ലേറ്റ്സ് നല്ലതുമാണ് അപകടമാണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതിൻ്റെ അടുത്ത ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റെഗുലറായിട്ട് ഉറക്കമില്ലായ്മ ഉണ്ടാവും. ഈ ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കുന്ന കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ കുറവായിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ വിശപ്പ് കെടുത്തും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് കൊണ്ടുപോയിട്ട് ഒരു ചോക്ലേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇടനേരത്ത് ഒരു ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറ് നിറയുകയാണ്. കാരണം അതിലുള്ള ഷുഗർ കണ്ടന്റ് ഒക്കെ, ഷുഗർ ആൻഡ് മിൽക്ക് വന്നിട്ട് അവരുടെ വിശപ്പിനെ കെടുത്തും. വിശപ്പില്ലായ്മ അവർക്ക് വരും, അതേപോലെ ഉറക്കമില്ലായ്മ വരും. പിന്നെ യൂറിനേഷൻ കൂടുതലായിരിക്കും. അത് നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളൂ. ഇപ്പോൾ വന്നിട്ട് ചോക്ലേറ്റ് കഴിക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് യൂറിനേഷൻ, കുട്ടികൾക്ക് മൂത്രമൊഴിക്കൽ കൂടുതലായിരിക്കും. ഈ പറഞ്ഞ അഡിക്ഷൻ ആക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഷുഗർ ആൻഡ് മിൽക്കാണ് കുട്ടികളെ അഡിക്ഷൻ ആക്കുന്നത്. പിന്നെ ഈ കഫെയിൻ എന്നുള്ളൊരു സംഭവം അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സ് അഡിക്ഷൻ ആക്കാൻ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള. കഫെയിൻ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് ഫാറ്റ്, ഷുഗർ ആൻഡ് കൊക്കോ പൗഡറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതാക്കുക. പിന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഒബേസിറ്റി, അതായത് പൊണ്ണത്തടി വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു തടി കൂടുതലായിരിക്കും. അത് നല്ലൊരു ഇതായിരിക്കില്ല. പിന്നെ അത് കുറഞ്ഞു വരാനും ഇതായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒബേസിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണിത്. ചോക്ലേറ്റ് എല്ലാവർക്കും നല്ലതാണോ, കുട്ടികൾക്ക് എസ്പെഷ്യലി കുട്ടികൾക്ക് അമ്മമാർക്ക് കൊടുക്കുമ്പോൾ നല്ലതാണോ? എല്ലാവരും ഓഫർ ചെയ്യുക ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റായികയൊന്നുമില്ല, കുറേശ്ശൊക്കെ അവോയ്ഡ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം ചോക്ലേറ്റ് കൊടുക്കുക. അത് പറഞ്ഞിട്ട് കൊക്കോ പൗഡർ കണ്ടന്റ് ഉള്ള ഞാൻ ചോക്ലേറ്റ് മൊത്തം കൊടുക്കാമെന്നൊന്നും വിചാരിക്കരുത്. അവരിതിന് അഡിക്റ്റ് ആക്കാതിരിക്കുക. കൊടുക്കുമ്പോൾ നല്ല കഫൈനും കൊക്കോ പൗഡറൊക്കെ കൂടുതലുള്ള, കഫൈൻ കുറവുള്ള, കൊക്കോ പൗഡർ കൂടുതലുള്ള ചോക്ലേറ്റ്സ് പ്രിഫർ ചെയ്യുക കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ ടീത്ത് കേടുവരില്ല. കൊക്കോ പൗഡർ കൂടുതലുള്ള, കഫൈൻ കുറവുള്ള ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കുമ്പോൾ ടീത്ത് കേടുവരില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എങ്കിലും കുട്ടികളെ നന്നായിട്ട് 2 times ബ്രഷ് ചെയ്യിപ്പിക്കുക. കാരണം പണ്ടൊക്കെ പണ്ടുള്ളവർ പറയുമായിരുന്നു നമ്മൾ ഫുൾ ടൈം ചോക്ലേറ്റ്സ് കഴിച്ചിട്ടാണ് പല്ല് മൊത്തം കേടുവന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുള്ള ചാൻസസ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഒബേസിറ്റി വരാതെ കുട്ടികളെ നോക്കുക, അഡിക്റ്റ് ആവാതെ നോക്കുക. നല്ല ഇപ്പോൾ അവർ നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യുകയാണ്, നല്ല പറഞ്ഞ അനുസരിക്കുകയൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ് ഒഴിവാക്കി വേറെ രീതിയിൽ എന്തെങ്കിലും അപ്രിസിയേഷൻ നൽകി അവരെ എനർജറ്റിക്കോ, അല്ലെങ്കിൽ അവരെ അപ്രിസിയേഷൻ നൽകി വേറെ എന്തെങ്കിലും ഓഫർ ചെയ്ത് നമുക്ക് അവരെ ഹാപ്പി ആക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഈ 5 rupeesൻ്റെ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാം കേട്ടോ. പാവമല്ലേ കുഞ്ഞുങ്ങൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. അപ്പോൾ കുഞ്ഞ് 5 രൂപയുടെ ചോക്ലേറ്റ് ഒക്കെ ഒരുപാട് വലിയതൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കുക കേട്ടോ. കാരണം ഓഫർ ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞതായിട്ട് ഓഫർ ചെയ്യുക. 5 rupeesൻ്റെ ഡയറി മിൽക്കൊക്കെ ഉണ്ടാവില്ല. ഞാൻ ജെന്യൂനായിട്ട് പറയണം കേട്ടോ. ഞാൻ അവന് വേണ്ടിയിട്ട് എപ്പോഴും കടയിൽ പോവുക വല്ലതൊക്കെ ചെയ്താൽ ഞാൻ 5 rupeesൻ്റെ പ്രിഫർ ചെയ്യുള്ളൂ. പൈസയുടെ കാര്യത്തിനല്ല. അവൻ ഒരുപാട് അഡിക്റ്റും ആവില്ല, അവൻ്റെ ആഗ്രഹവും തീരും. കുറച്ച് ചെറുതായിട്ട് വാങ്ങിക്കൊടുത്താൽ മതി. ഇപ്പോൾ 20 rupees വാങ്ങിച്ചു കൊടുത്താൽ അവൻ ഒറ്റയ്ക്ക് 20 rupeesൻ്റെ തിന്ന് തീർക്കും. അതിനുള്ള ചാൻസസ് ഞാൻ വരുത്തില്ല. അപ്പോൾ ഈ കുഞ്ഞതായിട്ടായിരിക്കും ഞാൻ വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ട്, എന്തെങ്കിലും
ഇൻകറക്റ്റ് ആണ്, ഇങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇനി ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഞങ്ങളുടെ ഫാമിലി വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.